ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, എങ്കിലും മാനുഷികമായ ഭീരുത്വത്തോടെ ഏലിയ ഓടിപ്പോയി. പക്ഷേ ഏലിയ ഓടിപ്പോയെങ്കിലും ദൈവം ഏലിയാവിനെ മറന്നില്ല. ഏലിയാവിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചു. യഥാസ്ഥാനപ്പെടുത്തുവാൻ വിട്ടുപോയവനെ ചേർത്തുണയ്ക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. തിരിഞ്ഞു പോയവനെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിച്ചു. പിരിഞ്ഞു പോയവനെ ചേർത്തുണയ്ക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. കർത്താവ് പ്രയത്നിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, ദൈവം സ്നേഹം മാത്രമാകുന്നു. ഒരുപക്ഷേ നമ്മുടെ മാനുഷിക ബലഹീനത കൊണ്ട് നമുക്ക് ഒരു ഭയം വന്നാലും കർത്താവ് ഒന്നും തള്ളിക്കളയുകയില്ല. മാനുഷികമായ ബലഹീനത കൊണ്ട് നമുക്കൊരു ഭീരുത്വം വന്നാലും കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. നീ ഭീരുവായിപ്പോയില്ലേ, നീ എൻ്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ലല്ലോ, നീ എന്നെ വിശ്വസിച്ച് നിന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് കർത്താവ് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഏലിയാവിന് പിന്നാലെ ദൂതനെ അയച്ചു. നമുക്ക് ആ ഭാഗം വായിക്കാം. 19 അധ്യായം 4 വാക്യം മുതൽ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. മരുഭൂമിയിൽ ആകെ അല്പം കുളിർമയുള്ള സ്ഥലം ചൂരച്ചെടിയുടെ തണലാണ്. അവിടെ ഇരുന്നുകൊണ്ട് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രാത്രിയായി ചൂരച്ചെടി തണലിലും നിഴൽ വിരിച്ചു കഴിഞ്ഞു. ഇരുട്ട് പറന്നു കഴിഞ്ഞു. ഏലിയ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ അങ്ങ് എടുത്തോളണേ, മതി കർത്താവേ, മതി, ഇത്രയൊക്കെ നീ എന്നെക്കൊണ്ട് ചെയ്യിച്ചില്ലേ, മതി, ഇനി വേണ്ട കർത്താവേ, നീ എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സൂത്താർ നമസ്കാരം. സൂത്താർ നമസ്കാരം. എന്താ സൂത്താർ നമസ്കാരം? ഉറങ്ങാൻ നേരത്തെ നമസ്കാരം. അതാണ്, എനിക്ക് മതി കർത്താവേ, മതി, എന്നെ അങ്ങ് എടുത്തുകൊള്ളണേ. പ്രിയപ്പെട്ടവരെ, ഇമാതിരി ചിന്തകളെല്ലാം ദൈവത്തെ വേദനിപ്പിക്കുന്ന ചിന്തകളാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മതി, മരിച്ചാൽ മതി, അങ്ങ് ചിന്തിക്കരുത്. നമുക്ക് ജീവൻ തന്ന രക്ഷകൻ തീരുമാനിക്കട്ടെ എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന്. നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഉടയവൻ തീരുമാനിക്കട്ടെ എത്ര കാലം നാം ഭൂമിയിൽ ജീവിക്കണമെന്ന്. നാം തീരുമാനിക്കേണ്ട, നാം ആരും തീരുമാനിക്കേണ്ട. എനിക്ക് മരിച്ചാൽ മതി, ഞാൻ കടന്നുപോയാൽ മതിയായിരുന്നു, പെട്ടെന്ന് രോഗം വന്ന് ഞാൻ പെട്ടെന്ന് കടന്നുപോയാൽ മതിയായിരുന്നു, ഒന്നും ചിന്തിക്കേണ്ട. എല്ലാം സർവ്വശക്തനറിയാം. എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചാക്കിയവനറിയാം ഞാൻ എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകരുത്. മരിച്ചാൽ മതി എന്നുള്ള നിരാശ വന്നു പോകരുത്. നിരാശ വരരുത്. ദൈവമക്കൾക്കുണ്ടാകേണ്ട ഒരു ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരു വിശ്വാസമാണ് നിരാശ മാറുക എന്നുള്ളത്. നിരാശ മാറുക, നൈരാശ്യം വരരുത്. വിശ്വാസത്തിലും പ്രത്യാശയിലും ഉറച്ചു നിൽക്കുക. 27 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് അറിയാമോ? 27 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഈ ഭൂമിയിൽ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നാം നാളെയിലേക്ക് നോക്കി നിരാശപ്പെടരുത്. നാളെ എന്ന് നിർണ്ണയിക്കുന്നവരെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷേ നാം വിചാരിക്കുന്നതായ കഷ്ടതയോ ദുരിതമോ നാളെ വന്നു എന്ന് വരികയില്ല. നാം പ്രതീക്ഷിക്കുന്നതായ കെടുതിയോ ആപത്തോ ഒന്നും വരികയില്ല.
നമുക്കൊരു പക്ഷേ കർത്താവ് ഉത്കൃഷ്ടമായ അനേക അനുഗ്രഹങ്ങൾ തരാൻ വെച്ചിരിക്കുന്ന ദിവസമായിരിക്കും നാളത്തെ ദിവസം. അത് വേണ്ട എന്ന് നിങ്ങൾ പറയരുത്. കർത്താവെ, നീ തരുന്ന ആയുഷ്കാലം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ ആയുസ് തയ്ക്കണമെന്ന് എനിക്കുള്ളൂ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വരുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട്. നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ. വലിയ പ്രതീക്ഷയോടെ വിവാഹിതയായി ഭർതൃഗ്രഹത്തിലെത്തി. വലിയ പ്രതീക്ഷയായിരുന്നു. ആദ്യം വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അദ്ദേഹം വേറെ സ്ത്രീയുടെ അടിമയാണെന്ന്. വേറെ സ്ത്രീയുടെ അടിമയാണ്. പ്രിയപ്പെട്ടവരെ, പാവം സങ്കടത്തോടെ വിളിക്കുകയായിരുന്നു. സങ്കടത്തോടെ ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. സാറേ, ഞാൻ എന്താ വേണ്ടത്? ഞാനങ്ങ് മരിച്ചാലോ? കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്ത് വേണ്ടു? ഞാനങ്ങ് മരിച്ചാലോ? ദൈവത്തിന് സ്തോത്രം. സാറേ, എനിക്ക് സമാധാനമില്ല, എനിക്ക് പ്രതീക്ഷയില്ല. എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരികെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. എനിക്കതല്ലേ പറയാൻ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കതല്ലേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എവിടെയുള്ളതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ തന്നിരിക്കുന്ന ആ പേര് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. എന്നെക്കൊണ്ട് സാധിക്കുന്ന ഞാൻ ചെയ്യാം. പ്രവർത്തിക്കുന്ന കർത്താവല്ലേ, യേശു തമ്പുരാനല്ലേ. അതുകൊണ്ട് യേശു തമ്പുരാനിൽ നിങ്ങൾ ആശ്രയിച്ച് നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. നീറിപ്പുകയുന്ന ഹൃദയങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ, എങ്ങനെ മക്കൾ വളർത്തുമെന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, എല്ലാം അനേക പ്രശ്നങ്ങൾ. സ്തോത്രം. ഏലിയാവ് ചൂരച്ചെടി തണലിൽ കിടന്നു. മതി കർത്താവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. മതി കർത്താവേ, മതി. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയൊക്കെ നീ എന്നെക്കൊണ്ട് ചെയ്യിച്ചല്ലോ, മതി, ഇനി എന്നെക്കൊണ്ട് വയ്യ കർത്താവേ. നിരാശയുടെ വാക്കുകളാണ് ദൈവത്തിൻ്റെ പ്രവാചകനിൽ നിന്ന് വന്നത്, ദൈവത്തിൻ്റെ ഏലിയാവിൽ നിന്ന് വന്നത്. ദൈവത്തിൻ്റെ ഏലിയാവ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനങ്ങ് കരുതിക്കുട്ടിയാണ് പറയും, ദൈവത്തിൻ്റെ ഏലിയാവെന്ന്. ഏലിയാവിൻ്റെ ദൈവം ഒന്നും കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഏലിയാവ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയമക്കളായിരിക്കണം. ദൈവത്തിൻ്റെ പ്രിയമക്കൾ, ദൈവത്തിൻ്റെ ഏലിയാവ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ എന്ന് വയ്ക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ എന്ന് ദൈവം പറയത്തക്കവണ്ണം എൻ്റെ മകൻ ഇന്നവൻ, എൻ്റെ മകൾ ഇന്നവൾ എന്ന് കർത്താവ് പറയത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ ആയി തീർന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് അവിടെ കിടന്ന് മരിക്കാൻ ഇച്ഛിക്കുകയാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏലിയാവ് ചിന്തിച്ചതുപോലെ മരിക്കുകയാണെങ്കിൽ കണ്ടു, ഒരു അനാഥപ്രേതം കിടക്കുന്നു. അനാഥപ്രേതം. ഇവൻ ആരാണാവോ? ഒരു നാടൻ മനുഷ്യനെ പോലെ തോന്നുന്നു. ഒരു മരൂരി കൊടുത്ത് വളരെ ക്ഷീണിതനായി, വലിയ വേഷവിധാനങ്ങളൊന്നുമില്ലാത്ത ഏതോ ഒരു പാവം മനുഷ്യനായിരിക്കും. പാവം മരിച്ചു കിടക്കുന്നു. ഇവനെ അടക്കണമല്ലോ. ആളുകൾ കൂടി ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അടക്കാൻ നോക്കും. എവിടെയെങ്കിലും അവിടെ കാടിൽ ആ മണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുഴിച്ച് അടക്കും, അനാഥപ്രേതത്തെ അടക്കുന്നത് പോലെ. ഏലിയാവ് അത്രയ്ക്കൊന്നും ചിന്തിച്ച് കാണുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം അത് മുതലപ്പുറവും ചിന്തിച്ചു കഴിഞ്ഞു. ദൈവം തന്നെ മാലാഖയെ അയച്ചു, ദൂതനെ അയച്ചു. ദൈവത്തിന് സ്തോത്രം. 34 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഏറ്റവും മനോഹരമായ ഒരു വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ മാലാഖ നമ്മെ കാക്കുന്നുണ്ട്. മാലാഖമാരുടെ സൂക്ഷിപ്പ് നോക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ കർത്താവേ, നിൻ്റെ മാലാഖമാർക്ക് ചുറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ മാലാഖമാരനെ താങ്ങിക്കൊള്ളണമേ എന്ന്. കർത്താവേ, ഞാൻ ഉറങ്ങുമ്പോൾ നീ ഉറങ്ങാത്തവനായി എൻ്റെ അരികത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ കരവിനെ തലോടിക്കൊണ്ടിരിക്കണമേ എന്ന്. സ്തോത്രം. കർത്താവേ, രാത്രിയിലെ ആപത്തിൽ നിന്നും ഭീകരനായ ശത്രു അന്ധകാര ശക്തി വന്ന് എന്നെ തൊടാതിരിപ്പാൻ കർത്താവേ, നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. ഏലിയാവിന് വേണ്ടി ദൈവം മാലാഖയെ അയച്ചു. വായിക്കാം, 5-ാം വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ദൂതൻ അവനെ ഏലിയാവിൻ്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിൽ മേച്ചുട്ട അവരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. ഏലിയാവ് ഉണർന്നു നോക്കി, ഉറങ്ങുകയായിരുന്നു. ഉണർന്നു നോക്കിയപ്പോൾ തലയ്ക്കൽ അപ്പമുണ്ട്, ഒരു തുരുത്തി വെള്ളവുമുണ്ട്. അത്ഭുതം. കുടിക്കാൻ വെള്ളമുണ്ട്. മരുഭൂമിയിൽ വെള്ളമുള്ള സ്ഥലമല്ല. മരുഭൂമിയിൽ വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടിയിരിക്കുന്നു.
അപ്പം കൊണ്ട് തിന്നാൻ സൗകര്യമായി. അടുത്ത വാക്യം. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. കഷ്ടം. തിന്നു കുടിച്ചു, പക്ഷേ ഈ കരുതൽ അവന് അത്ര വിശ്വാസം പോരാ. ദൈവം എനിക്ക് വേണ്ടി അയച്ചതാണെന്നുള്ള ബോധ്യമില്ല. മനസ്സങ്ങ് നിരാശയിലാണ്ടുപോയി. നിരാശ മുറ്റിയ സന്ദർഭങ്ങളിൽ ആരെല്ലാം ഉപദേശിച്ചാലും പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശ മുറ്റിയ ഒരു മനുഷ്യൻ്റെ അടുക്കൽ, ഒരാളുടെ അടുക്കൽ നിങ്ങൾ ചെന്ന് എന്തെല്ലാം ഉപദേശം കൊടുത്താലും ഫലപ്പെടുകയില്ല. നിരാശ വന്ന് മൂടിയിരിക്കുകയാണ്. പിന്നെയും ഉറക്കം വരികയാണ്. പിന്നെയും കിടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്കുള്ള സഹായ ഹസ്തം നീട്ടിക്കൊണ്ട് യേശു നിൽക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം കത്താൻ കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ മയങ്ങി ഉറങ്ങുമ്പോഴും, നിങ്ങൾ ക്ഷീണിതനായി കിടക്കുമ്പോഴും, നിങ്ങൾ ഭീരുവായി ഓടുമ്പോഴും, പലതും ഭയപ്പെട്ട് നിങ്ങൾ ഭാരത്തോടിരിക്കുമ്പോഴും നിങ്ങളുടെ പിറകെ വരുന്ന ആ സ്നേഹം നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ആഹാരം തരാൻ ആഹാരവുമായി ദൈവം വരുന്നു. നിങ്ങൾക്ക് പാനീയം തരാൻ ദൈവം വെള്ളവുമായി വരുന്നു. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇതിൽ നിങ്ങൾ ആരും വ്യത്യസ്തരല്ല. ഒരുപക്ഷേ നിങ്ങൾ വലിയ ഹീനവാതകങ്ങൾ ചെയ്തവരായിരിക്കാം, വലിയ കൈക്കൂലി അവരോട് വാങ്ങിയവരായിരിക്കാം, ഒരുപക്ഷേ നിങ്ങൾ വലിയ അകൃത്യങ്ങളിൽപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിച്ചവരായിരിക്കാം, ആ സാധുവിനെ മർദ്ദിച്ചവരായിരിക്കാം, ഭർത്താവിന് ദുഃഖം കൊടുത്തവരായിരിക്കാം, എന്തുമാകട്ടെ. ഇന്ന് മാതാപിതാക്കളെ മാനിക്കാത്തവരായിരിക്കാം, എന്തുമാകട്ടെ. ചീത്ത ശീലങ്ങൾ കൈവശമുള്ളവരായിരിക്കാം, കഞ്ചാവും അതല്ലെങ്കിൽ മയക്കുമരുന്നും അതല്ലെങ്കിൽ മദ്യവും എല്ലാം നിങ്ങളുടെ കൂട്ടാളികളായിരിക്കാം. പലതും നിങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചിട്ടുണ്ടാകും. സാരമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം നിങ്ങൾ കർത്താവോട് പറയുക. കർത്താവേ, ഇപ്പോൾ അന്ന് ഏലിയാവിനെ ഉണർത്തിയ ആ സ്നേഹം ഇന്ന് എൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്നേഹം എൻ്റെ പിന്നാലെ മന്ദം വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് എന്നെ തിരികെ കൊണ്ടുവരാൻ കർത്താവേ, നീ ഇന്ന് എൻ്റെ അരികത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ അകൃത്യങ്ങൾ നീ ഓർക്കരുതേ, എൻ്റെ പാപങ്ങൾ നീ ഓർക്കരുതേ, എൻ്റെ അകൃത്യങ്ങളൊക്കെ നിൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയണമേ. കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ ഒഴിയ ഒരു തുള്ളി രക്തം കൊണ്ട് എല്ലാം കഴുകപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നിൻ്റെ തിരുവിലാവിൽ ഒഴിയ ഒരു തുള്ളി രക്തം, ആ ഒരു തുള്ളി രക്തം എൻ്റെ ഹൃദയത്തിൽ വന്ന് വീണാൽ എനിക്ക് മോചനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് ഇതല്ലേ പറയാൻ പറ്റൂ. ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവേ, ഞാൻ ഇനിമേൽ മനസ്സറിഞ്ഞ് ഒരു പാവവും വരാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പിന്നെയും കിടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉണർത്തിയാലും ഉറക്കം നൽകാത്തവരാണ് നമ്മിൽ പലരും. ഇടയ്ക്ക് ഉണർന്നു, പക്ഷെ പിന്നെയും ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഒന്ന് ഉണർന്നു, ഒരു ഉത്സാഹം വന്നു, പക്ഷെ പിന്നെയും പഴയതിലേക്ക് പിന്നെയും പോയി. ഏലിയാവ് പിന്നെയും കിടന്നുറങ്ങി. അടുത്ത വാക്യം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. ദൈവത്തിന് സ്തോത്രം. രണ്ടാം പ്രാവശ്യം അവനെ വന്ന് തട്ടി. ദൈവത്തിന് സ്തോത്രം. രണ്ടാം പ്രാവശ്യം. വേദപുസ്തകത്തിൽ രണ്ടാം പ്രാവശ്യം പലയിടത്തുണ്ട്. അത് പിന്നാലെ നമുക്ക് ചിന്തിക്കാം. രണ്ടാം പ്രാവശ്യം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. രണ്ടാം പ്രാവശ്യം. ദൈവം മടുത്തു പോകുന്നില്ല, ദൈവം തളർന്നു പോകുന്നില്ല, ദൈവം മടുത്തു പോകാതെ ദൈവം പിന്നെയും തന്നെ ദൂതനെ അയച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യഹോവയുടെ ദൂതൻ പിന്നെയും അവൻ്റെ വലാപ്പുറത്ത് തട്ടി. സ്തോത്രം. രണ്ടാം പ്രാവശ്യം തട്ടി ഉണർത്തി. ഏലിയാവ് ഉണർന്നു. അടുത്ത വാക്യം വായിക്കാം. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവോട് പറഞ്ഞു, നീ മരിക്കാനൊന്നും പോകുന്നില്ല, നീ ഇപ്പോൾ മരിക്കണ്ട, അതൊന്നും എൻ്റെ ചിന്താവിഷയമാകണ്ട. നിനക്ക് ഇനി ദൂരയാത്ര ചെയ്യുവാനുണ്ട്, ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിനക്ക് വാർദ്ധക്യമായി, പക്ഷേ നീ തീരാൻ പോകാണെന്ന് വിചാരിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിനക്ക് ശബ്ദമില്ല, അല്ലെങ്കിൽ കഴിവില്ല, നടക്കാൻ കെൽപ്പില്ല, പക്ഷേ നിനക്കിനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നീ ഇന്ന് ക്ഷീണിതനായി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്. എന്നാൽ നിനക്കിനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. വളരെ ദൂരം നിങ്ങൾ ഇനിയും പോകേണ്ടിയിരിക്കുന്നു. തീർന്നില്ല മോനെ, നിൻ്റെ ശുശ്രൂഷ തീർന്നില്ല. മോളെ, നിന്നെ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം തീർന്നില്ല. ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെ അതിനടിച്ച് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ദൂതൻ പറഞ്ഞ വാക്ക് ഏലിയാവിൻ്റെ ഉള്ളത്തെ സ്പർശിച്ചു. അടുത്ത വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. സ്തോത്രം.
അന്ന് കൊടുത്ത ആഹാരത്തിൻ്റെ ബലം കൊണ്ട് അടുത്ത 40 ദിവസം അവൻ ഹോരേവരെയും നടന്നു ഹോരേവരെയും നടന്നു. സ്തോത്രം. സ്നേഹിത, നിനക്ക് ഇന്ന് തരുന്ന ഈ ആത്മീയാഹാരം കൊണ്ട് നിനക്ക് ബഹുദൂര യാത്ര ചെയ്യാം. കർത്താവ് നിനക്ക് ആത്മീയാഹാരം തരികയാണ്. കർത്താവ് സ്വർഗത്തിൻ്റെ മന്ന നിനക്ക് തരികയാണ്. കർത്താവ് സ്വർഗത്തിൻ്റെ ഭോജനം നിനക്ക് തരികയാണ്. സ്വർഗത്തിൻ്റെ ആഹാരം നിനക്ക് തരികയാണ്. സ്വർഗത്തിൻ്റെ മന്നായാകുന്ന വചനം നിനക്ക് തരികയാണ്. ഈ വചനം, ഈ ആശ്വാസ വചനം കൊണ്ട് നിനക്ക് ദൂരയാത്ര ചെയ്യാം. സ്തോത്രം. ഹോരേവരെയും നടന്നു. 40 രാവും 40 പകലും നടപ്പ് തന്നെ നടപ്പ്. സ്തോത്രം. വേറെ ആഹാരമൊന്നും കഴിച്ചില്ല. അന്ന് കിട്ടിയ ആഹാരം, സ്വർഗത്തിൽ നിന്ന് കൊടുത്തതായ ആഹാരം കൊണ്ട് അവൻ ദൂരയാത്ര ചെയ്യുകയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സുണ്ടോ ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ കൈക്കീഴിലേക്ക് വരാൻ, ഈ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ? നമുക്ക് വേണ്ടി ചങ്ക് തുറന്നവൻ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പച്ച രക്തം ഒഴുക്കിയവൻ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ഒഴുക്കിയവൻ, ദൈവത്തിന് സ്തോത്രം. ആ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ തിരുമുഖത്തു നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാതുകളൊന്ന് അലയ്ക്കുന്ന ശബ്ദം, അത് യേശുവിൻ്റെ ശബ്ദമാണ്. സ്തോത്രം. വചനം പറയുന്ന മനുഷ്യനെ കർത്താവ് മാറ്റി നിർത്തിയിട്ട് കർത്താവ് മുന്നോട്ട് വന്ന് കർത്താവ് കരമുയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ അത്? ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നയാളെയും കർത്താവ് ഇപ്പോൾ നോക്കുന്നില്ല. കർത്താവ് തൻ്റെ ജനത്തെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജനത്തെ നോക്കിയിട്ട് കർത്താവ് തൻ്റെ കരം ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കണ്ണ് നിറയും. ദൈവത്തിന് സ്തോത്രം. ആ കൈകളിലെ ആണിപ്പാടിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകൻ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു നിന്നുകൊണ്ട് അവൻ കെഞ്ചുകയാണ്. എൻ്റെ മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്നു. ആരെയും ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, ആരെയും ദൈവം ഒഴിവാക്കി മാറ്റുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുകയാണ്. ഒരുപക്ഷേ നീ അവിശ്വസ്തനായിരിക്കും. ഒരുപക്ഷേ മകളെ നീ വിശ്വാസഹീനത വന്നു പോയവളായിരിക്കും. ഒരുപക്ഷേ നിനക്ക് വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ നിന്നവനായിരിക്കും. എന്നാൽ ഇപ്പോൾ ദൈവം നിന്നെ അരികത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് നിൻ്റെ തലയിൽ കരം വയ്ക്കാൻ കർത്താവിൻ്റെ കരം ഉയർത്തി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏലിയാവിനെ യഥാസ്ഥാനപ്പെടുത്തിയവൻ, വൻ കാര്യങ്ങൾക്ക് വേണ്ടി ഏലിയാവിനെ പിന്നെയും ഉപയോഗിക്കാൻ തീരുമാനിച്ചവൻ, ആ ദൈവം ജീവിക്കുന്നുണ്ട്. ഏലിയാവിന് പിന്നെയും ശുശ്രൂഷയുണ്ട്, ഏലിയാവിനെയും വേലയുണ്ട്. ദൈവമെതിരെ നിൻ്റെ വേല തീർന്നു എന്ന് വിചാരിക്കരുത്. സ്തോത്രം. മകനെ, നിൻ്റെ വേല തീർന്നു, നിൻ്റെ ശുശ്രൂഷ തീർന്നു എന്ന് വിചാരിക്കരുത്. സ്തോത്രം. ദൈവമെതിരെ ഞാൻ രോഗിയാണല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിചാരിക്കരുത്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിൻ്റെ കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ പാവവും സൗജന്യമായി കർത്താവ് ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിനൊരു മനുഷ്യനെ പോയി കാണണ്ട. പക്ഷേ നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് സമാധാനം തരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങളെ ചേർത്തണയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ് നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നത്. അവൻ നിങ്ങളെ ചേർത്തണയ്ക്കാൻ താല്പര്യപ്പെടുന്നു. യഥാസ്ഥാനപ്പെടുത്താനായി അവൻ ശ്രമിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് ഇതിനെ കൊണ്ടുവരാൻ കർത്താവ് ഉദ്യോഗിക്കുകയാണ്. പാപത്തിൽ വീണുപോയവർ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പാപത്തിൽ വീണ് കിടക്കുന്നു, എഴുന്നേൽക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. പിന്നെയും തെറ്റുപറ്റിപ്പോകുന്നു. പിന്നെയും മദ്യപാനം വന്നു പോകുന്നു. പിന്നെയും ഭാര്യയെ തല്ലിപ്പോകുന്നു. പിന്നെയും കോപിച്ച് വഴക്കടിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും കുടുംബത്തിൽ കലക്കം ഉണ്ടാക്കുന്നു. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഇനി കലക്കം ആവശ്യമില്ല. ഇനിയും നീ കലക്കം ഉണ്ടാക്കണ്ട. മകളെ, നീ ഇനിയും വൈരാഗ്യം ഉണ്ടാക്കണ്ട. ഇനിയും നീ പകയും വിദ്വേഷവും ഉണ്ടാക്കണ്ട. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ നാളെ തരാൻ അവനിതാ കരം നീട്ടുകയാണ്. പുതിയ നാളെ, അനുഗ്രഹത്തിന് പുതിയ നാളുകൾ നിനക്ക് തരാൻ കർത്താവ് കരം നീട്ടുകയാണ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിനെ ഉണർത്തിയ ദൈവം നിനക്ക് വേണ്ടി ആഹാരവുമായി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് നെടുനാളത്തേക്കുള്ള ആഹാരവുമായി യേശുക്രിസ്തു വന്നിരിക്കുകയാണ്. അനേകം നാളുകളിലേക്കുള്ള ആഹാരവുമായി കർത്താവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ആ നാളുകൾ നിനക്ക് ഈ ആഹാരം ഭുജിക്കാം. ഇത് സ്വർഗത്തിൻ്റെ ആഹാരമാണ്, സ്വർഗത്തിൻ്റെ ഭോജനമാണ്, സ്വർഗത്തിൻ്റെ മുദ്രയേറ്റ അനുഗ്രഹീതമായ വചനങ്ങളാണ്. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇനിയും സ്വയം ആശ്വസിക്കാം, അനേകരെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷ തീർന്നിട്ടില്ല, അനേകർക്ക് ആശ്വാസം കൊടുക്കാം, അനേകരെ ദൈവത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാം, അനേകരെ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ കൊടുക്കുകയും, ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്തോടെ ജീവിതം കർത്താവിന് കൊടുക്കുകയും, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് അവനോട് നിങ്ങൾ പറയുവീൻ, കർത്താവേ, നിൻ്റെ ഈ മഹാസ്നേഹം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ യേശുവേ, ഇത്രയും വലിയ സ്നേഹം എന്നോട് നിനക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും മഹാസ്നേഹം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ പകരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവ്, ഇത്രയും കാലം ഈ സ്നേഹത്തെ കാണാതെ ഞാൻ അന്ധനെ പോലെ ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, ഇത്രയും കാലം ഈ സ്നേഹത്തെ തിരിച്ചറിയാതെ സുബോധമില്ലാത്തതിനെ പോലെ ജീവിച്ചു പോയി. കർത്താവേ,
കർത്താവേ, എന്നെ തിരുത്തുന്ന സ്നേഹം, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം, എന്നെ പരുവപ്പെടുത്തുന്നതായ സ്നേഹം, ഈ സ്വർഗീയ സ്നേഹം, എൻ്റെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തരുന്ന സ്നേഹം, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ തരുന്ന സ്നേഹം, എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ തരുന്ന സ്നേഹം, നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ തരുന്ന സ്നേഹം, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ തരുന്ന സ്നേഹം, എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടു പോയ നന്മകളെല്ലാം തിരികെ തരുന്ന സ്നേഹം. ഈ സ്നേഹം ഞാൻ അറിഞ്ഞില്ല കർത്താവേ. ഇപ്പോൾ ഞാൻ കെഞ്ചി കൊടുത്തിട്ട് മുമ്പാകെ വരുന്നു. നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശൂന്യമായ ഹൃദയത്തിലേക്ക് നിന്റെ സ്നേഹമെന്ന് നിറയണമേ. ഹല്ലേലൂയ. ക്രൂസിലെ സ്നേഹത്താൽ എൻ്റെ ഹൃദയം ത്രസിക്കണമേ. ഹല്ലേലൂയ. ക്രൂസിലെ സ്നേഹത്താൽ ഞാൻ ഇന്ന് എൻ്റെ കരുണയുള്ള കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ നേരിട്ട് പറയൂ, യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. നിങ്ങൾക്ക് ഏറ്റു പറയാം, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നാഥനാകയാൽ ഞാൻ എന്നെ തന്നെ പാദപീഠത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. യേശുനാഥ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുവേ സ്വീകരിക്കുന്നു. യേശുവേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പാപങ്ങൾ കഴുകി കളയണമേ, ഒരുക്കണമേ. ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. ഈ തീരുമാനത്തോടെ സ്തുതിക്കുന്നവരുടെ കാര്യങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ആയുസ് നീട്ടിത്തരുന്ന സ്നേഹത്തിനായി സ്തോത്രം, അനുഗ്രഹങ്ങൾ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ നിൻ്റെ സ്വർഗീയ ഭോജനത്താൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം, മന്നാതെ നീ ഞങ്ങളെ പോഷിപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ കർത്താവേ, എല്ലാവരെയും തലോടണമേ കർത്താവേ. സത്യമായും വ്യക്തമായും തീരുമാനമെടുത്തോടെ ശിരസിൽ നിൻ്റെ കരം വെക്കണമേ കർത്താവേ. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. ഈ മക്കൾക്ക് നിൻ്റെ സ്നേഹം കാണാൻ കണ്ണ് തുറന്ന് കൊടുക്കണമേ കർത്താവേ. യേശുക്രിസ്തു ജീവിക്കുന്ന അറിയുവാനുള്ളതായി സൗഭാഗ്യം നൽകണമേ കർത്താവേ. അപ്പോൾ നിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വേണ്ടി കാത്തിരിപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.